ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടും ക്രീമി ആയിട്ടുള്ള പിങ്ക് കളറായിട്ടുള്ള പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ആദ്യം തന്നെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 100 ഗ്രാം അടയാണ് ഇട്ട് കൊടുക്കുന്നത്. പാലട ഇട്ട് കൊടുക്കുന്നുണ്ട്. 100 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാലട നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നന്നായി തിളച്ച് വന്നിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് 1 മിനിറ്റ് നേരത്തേക്ക് അങ്ങനെ തന്നെ വെക്കാട്ടോ. എന്നിട്ട് ഇത് പച്ചവെള്ളത്തിൽ നന്നായി കഴുകിയിട്ട് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഊറ്റിയിട്ട് അത് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കറിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഇതുപോലെ ടോഫി ആക്കി എടുത്തതാണ്. ഇത് 200 ഗ്രാമിൻ്റെ ഒരു ചെറിയ ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കുക്കറിലിട്ടിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ കുക്കറിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് അതിൻ്റെ ചൂടെല്ലാം മാറി പ്രഷറെല്ലാം പോയ ശേഷം നമുക്കിത് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ടോഫി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിന്ന് 200 ഗ്രാം അളവിലുള്ളത് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാലിലേക്ക് ഇത് മുഴുവൻ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് നെയ്യാണ് വേണ്ടത്. നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റാക്കിയിട്ടെടുക്കാം. ഈ ഒരു ടോഫിയും അതുപോലെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വെച്ച് കൊടുക്കാം. വിസിൽ വരുത്തിക്കണ്ട കേട്ടോ. വിസിൽ വരുത്തിക്കാണ്ട് തന്നെ നമുക്ക് 20 മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ട നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ പ്രഷറെല്ലാം പോയ ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് തന്നെ നമ്മൾ പാലട പായസം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്കൊരു 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറുകി പോവാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഈ ടോഫിയൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്